ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ നാം തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും ലക്ഷണം പറയുന്നതാണ്. വിഷയം: മംഗളകാരിണിയായ ഹേ ശുഖമൗലിമാലികെ, കഥ തുടരുക എന്ന് കവിവാക്യം കേട്ടുകൊണ്ടാണ് ശാരിക പൈതൽ ജഗന്നാഥമൂർത്തിയെ വന്ദിച്ചുകൊണ്ട് കഥ പറയുവാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രീശുകൻ പരിഷത്തിന്റെ ചോദ്യത്തിനെ പുകഴ്ത്തിക്കൊണ്ടെന്ന വണ്ണം മറുപടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലയോ ഭക്തോത്തമനായ രാജാവേ, മരണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന അങ്ങയുടെ ചോദ്യം ഈ ലോകത്തിലുള്ള സകല ജീവികളുടെയും ചോദ്യമാണ്. ഇതിൻ്റെ മറുപടി കേൾക്കുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആത്മതത്വം അറിയേണ്ട ആളുകൾ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് അഭയം ആഗ്രഹിക്കുന്നവൻ ശ്രവിക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും എല്ലാം എന്തുവാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതമാണ്. സർവവിധ സാധനയുടെയും ഏക ലക്ഷ്യം എന്താണ്? ഈശ്വര സ്മരണയാണ്. അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നവൻ ഈശ്വരനിൽ സ്വാത്വികമായ ഭക്തി ഉണ്ടാകും. അതിനാൽ ഗുണാതീതനായ ഭഗവാനെ മനസാ ചിന്തിച്ചുകൊണ്ട് കലിയുഗവാസികൾക്ക് നാലാം പുരുഷാർത്ഥമായതും എൻ്റെ പിതാവായ വേദവ്യാസൻ നിർമ്മിച്ച് പഠിപ്പിച്ചതുമായ മഹാഭാഗവത പുരാണം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. അതിൽ വിശിഷ്ടമായിരിക്കുന്നത് ശ്രീകൃഷ്ണ ചരിതമാണ്. ഭക്തി ഒന്നുകൊണ്ട് മാത്രം സർവമുക്തിയും ലഭിക്കുമെന്നാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വം. അതുകൊണ്ട് ഭഗവാന്റെ കഥാമൃതം പാനം ചെയ്യുന്നവർക്ക് അപ്പോൾ തന്നെ മുക്തി ലഭിക്കുന്നതായിരിക്കും. അതിനാൽ വിസ്തരിച്ചു കേൾക്കുന്നതിൽ കാലം പോരാ എന്ന് സംശയിക്കേണ്ട കേട്ടോ. പണ്ട് സൂര്യവംശത്തിൽ പിറന്ന ഖഡ്വാങ്കൻ എന്ന രാജാവ് വിധിവശാൽ തൻ്റെ ആയുസ് ഒരു മുഹൂർത്തം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അദ്ദേഹം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. അങ്ങക്ക് 7 നാൾ ജീവിതമുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് ഒരു ഭയവും വേണ്ട. എല്ലാം ഭഗവാനിൽ ഭഗവത് പ്രാപ്തിക്കായി വിനിയോഗിച്ചു കൊള്ളൂ. ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഭക്തി മാർഗത്തെ പറ്റി ഞാൻ ഇനി അങ്ങേക്ക് ചുരുക്കി പറഞ്ഞു തരാം. കേട്ടുകൊള്ളൂ കേട്ടോ. മൃത്യുകാലം അടുക്കുമ്പോൾ മനുഷ്യർ സംശയം എന്നിവയെ ദൃഢചിത്തനായിരുന്നു കൊണ്ട് ശരീരാദികളെല്ലാം സംബന്ധിക്കുന്ന ബന്ധങ്ങളെല്ലാം അങ്ങ് ഉപേക്ഷിക്കണം. ഗ്രഹത്തിൽ നിന്നും പുറപ്പെട്ടുകൊണ്ട് സ്വസ്ഥനും നിവൃത്തനുമായ തീർത്ഥസ്നാനങ്ങൾ കൊണ്ട് ദേഹശുദ്ധിയും ആത്മശുദ്ധിയും വരുത്തണം. ഏകാന്ത സ്ഥലത്തിരുന്ന് ക്ഷേത്രോപാസനാദികൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെ അങ്ങ് അടക്കണം. പ്രാണായാമം ചെയ്തിട്ട് പ്രണവം ജപിച്ചിട്ട് വേണം മനസ്സിനെ ഈശ്വരങ്കിൽ ഉറപ്പിക്കുവാൻ. ഇപ്രകാരം ചെയ്യുന്ന ഭക്തന് മുക്തി ലഭിച്ച് ഭഗവത് സാമീപ്യം പ്രാപിക്കാം. ഭക്തനായ നിനക്കും ഇപ്രകാരം ഈശ്വര ധ്യാനത്തിലൂടെ മനസ്സിനെ ഉറപ്പിക്കുവാനുള്ള കാലം ഇതാ സമാഗതമായിരിക്കുകയാണ്. ഇനി വിരാട് രൂപ ധ്യാനം എന്താന്ന് പറഞ്ഞുതരാം. ശ്രീശുക മുനീന്ദ്രന്റെ വാക്കുകൾ അങ്ങ് ശ്രവിച്ചിട്ട് വിഷ്ണുരാധനായ പരിഷത്തിന് രാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്,
എനിക്ക് സായുജ്യം കൈവരുന്നതിന് എങ്ങനെയാണ് ഞാൻ ഭഗവാനെ ഭക്തിയോടുകൂടി ധ്യാനിക്കേണ്ടത് എന്ന് അങ്ങ് കനിവോടുകൂടി പറഞ്ഞു തന്നാലും. പഞ്ചമഹാഭൂതങ്ങൾ, അഹങ്കാരം, മഹത്തത്വം എന്നീ സപ്തവാരണങ്ങളോടുകൂടിയ വിരാട് രൂപത്തെ ശ്രീശുകൻ അങ്ങ് വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. കാൽ ക്ഷണം പാഴാക്കാതെ ഭഗവാന്റെ സ്ഥൂല രൂപത്തെ ഏകാഗ്രമായ നിഷ്ഠയോടുകൂടി വേണം മനസ്സിൽ ധ്യാനിക്കേണ്ടത്. സംസാര പതിതനായ ജീവന് ഭക്തി മാർഗം ഒഴിച്ച് ശ്രേയസ്കരമായ മാർഗം ഒന്നുമില്ല. 14 ലോകങ്ങളും വിരാട് രൂപമാണെന്ന് അങ്ങ് സങ്കല്പിക്കണം. ആ പരമാത്ഭുത വിശ്വരൂപത്തെ അങ്ങ് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊള്ളണം. അതാണ് ഉത്തമമായ ഭക്തി. ഇതിനു പുറമെ പാതാളം പാദങ്ങളായിട്ടും, രസാതലം പാർഷ്ണികളായും, മഹാതലമോ ഗുൽഫമായും, തലാതലം ജംഗകളായും വിദ്വാൻമാർ പറയുന്നുണ്ട്. സുതലം ജാനുക്കളായിട്ടും, അതല വിതലങ്ങൾ ഊരുകാണ്ഡങ്ങളായിട്ടും, ഭൂലോകം നിതംബമായും, ആകാശം നാഭിയായിട്ടും, ദേവലോകമോ വക്ഷസായിട്ടും, മഹർലോകം കഴുത്തിന്റെ കീഴ്ഭാഗമായിട്ടും, തപോലോകം ലലാടമായും, ജനലോകം മുഖമായിട്ടും, സത്യലോകം ശിരസായിട്ടും സങ്കല്പിക്കുക. ധ്യാനിക്കുന്നതും സർവവും വിഷ്ണുമയമായി കാണുന്നതും ധ്യാനിക്കുന്നതും ഒരു ഉത്തമ ഭക്തി തന്നെയാണ്. ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാർ കരങ്ങളും, ദിക്കുകൾ കർണങ്ങളും, അശ്വിനി ദേവന്മാരോ നാസാരന്ധ്രങ്ങളും, അഗ്നിവക്ത്രവും ആദിത്യൻ നേത്രവും, ചന്ദ്രനോ മനസ്സുമാണ് എന്നറിയണം. വാഗീശൻ ബുദ്ധിയായിട്ടും, രുദ്രൻ അഹങ്കാരമായിട്ടും, ഛന്ദസ്സുകൾ വജസ്സായിട്ടും, കാലക്രമം പുരികങ്ങളും, അന്തകൻ ദ്രംഷ്ടമായും, നക്ഷത്രങ്ങൾ ദന്ത സമൂഹമായിട്ടും, ജഗൻ മോഹിനിയായ മഹാമായ ഹാസവുമാണ്. ഭഗവാന്റെ കടാക്ഷമാണ് പ്രപഞ്ചം. ഭഗവാന്റെ കണ്ണടച്ച് തുറക്കലാണ് ജഗത്തിന്റെ രാത്രിയും പകലും. മുൻവശം ധർമ്മവും പൃഷ്ഠഭാഗം അധർമ്മവും, തിരുവയറ് സപ്തസാഗരങ്ങളും, ബാഹുദേശം സപ്തമാരുതന്മാരും, നിശ്വാസം നദികളും നാഡി നദങ്ങളുമായി ആണ്. പൃഥ്വീതരങ്ങൾ രോമങ്ങളും, മഹാദേവൻ സിരുഹൃദയവും, വൃഷ്ടിരേതസ്സും, പ്രജാപതി മഹാമോഹനവും, പുഷ്ടി മഹിമയും, യോഗൈശ്വരി ജ്ഞാനവുമാണ്. ഇങ്ങനെ പരമാത്മാവും പരബ്രഹ്മവുമായ വിശ്വരൂപത്തെ ഹേ രാജാവേ, ശിരോത്തമ, നീ മനസ്സിൽ ഭക്തിയോടുകൂടി ധ്യാനിക്കുക. ആ വിരാട് പുരുഷന്റെ കോമളാകാരം അങ്ങ് ദർശിക്കണം. അപ്പോൾ മാത്രമേ അങ്ങയുടെ പാപങ്ങളൊക്കെ തീർന്ന് മോക്ഷം കൈവരുവാൻ സാധിക്കുകയുള്ളൂ. കൽമഷഹരനാൽ മായാമയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സന്മയ സ്മൃതികൾ വിചാരിച്ചാൽ എളുതല്ല കേട്ടോ. രത്ന ഖചിതമായ പൊന്മകുടം ചാർത്തിക്കൊണ്ട് മനോഹരങ്ങളായ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് അളകങ്ങളാൽ അലങ്കൃതമായ നെറ്റിയിൽ ഗോപി ചന്ദനക്കുറികൾ ചാർത്തിക്കൊണ്ട് കടാക്ഷമാലകൾ ചൊരിഞ്ഞുകൊണ്ടും ശ്രീവത്സാങ്കിതമായ വക്ഷസിൽ വനമാല, കൗസ്തുംഭം, രത്നമാല, തുളസിമാല ഇവ അണിഞ്ഞും കൊണ്ട് 4 തൃക്കൈകളിലും ശംഖ് ചക്ര ഗദാപദ്മങ്ങളാൽ അലങ്കൃതനായിട്ട് മഞ്ഞപ്പട്ടു വസ്ത്രം നുറിഞ്ഞുടുത്തുകൊണ്ട്
അതിൻ്റെ മീതെ കനക കാഞ്ചി നൂപുരങ്ങളും ചാർത്തിക്കൊണ്ട് ചരണ കമലങ്ങളിൽ തങ്കക്കിങ്ങിണിയും ധരിച്ച് കരപങ്കജങ്ങളിൽ കടക കങ്കണങ്ങളും ഇട്ട് മധുര മനോഹര മന്ദസ്മിതാദ്രവദനായി നമ്മുടെ ഹൃദയങ്ങളിൽ ഉന്മിഷത്ത് ആകും വണ്ണം സദാ വിരാജിക്കുന്ന ആ ബാലഗോപാലനെ പരമാമൃതം ആത്മാനന്ദം ഉണ്ടാകുന്നതിന് വേണ്ടി ദിവ്യന്മാരായ ഋഷിമാർ പോലും ധ്യാനിച്ച് മോഹിച്ച് മോക്ഷം പ്രാപിക്കുന്നു. വീണ്ടുമോ ഗുരുപദേശം കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച രാജാവിനോട് ശ്രീശുകൻ അരുളി ചെയ്യുകയാണ്. ആശയവിശുദ്ധനും രാഗാദി ദോഷങ്ങളും ഏഷണത്രയങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ കാണായതെല്ലാം പരബ്രഹ്മമാണെന്ന ബോധത്തോടുകൂടി രഹസ്യമായ മംഗളസ്ഥലത്ത് പ്രവേശിച്ച് താപശീതാദികളും സഹിച്ചുകൊണ്ട് സമബുദ്ധിയോടുകൂടി വേണം വസിക്കേണ്ടത്. ദേഹമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ശരീരികൾക്ക് ഇട തുടങ്ങിയ നാഡികളാൽ ചേർത്തിരിക്കുന്നതുമായ സുഷുമ്ന മഹാനാഡിയിലാണ് ജീവനായി വിളങ്ങുന്ന ആത്മാവ് കുടികൊള്ളുന്നത്. ജീവനായ പരമാത്മാവ് തന്നെയാണ് ഇത്. യോഗിമാരുടെ സുഷുമ്നയിൽ താമര നൂല് പോലെ വസിക്കുന്ന ഋജുകായൻ ദീപം പോലെയാണ്. മൂലാധാരത്തിൽ നാലിതൾ മധ്യയെ വസിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ട് പതുക്കെ പ്രാണപാനന്മാരോടൊരുമിച്ച് ഷഡാധാരങ്ങൾ ഭേദിച്ചുകൊണ്ട് തന്നിലകളിൽ ചേർന്നു നിന്ന ഭൂതാത്മാക്കളെ തന്നോടുകൂടി ചേർത്തുകൊള്ളണം. ആധാരങ്ങൾ 6 കടന്നിട്ട് 12ാം നിലയിലെത്തിയാൽ 1008 ദളങ്ങളോടുകൂടിയ ഒരു താമര കാണാം. അതിൻ്റെ കർണികാഗ്രത്തിൽ സത്യാനന്ദം പരന്ന വെളിച്ചത്തിൽ പരം ജ്യോതിയും പരമാത്മാനുമാവുമായ അക്ഷദ്വയം മുറിഞ്ഞു നിൽക്കുന്ന പ്രണവാസന നാളത്തിലൂടെ തടയാതെ മുന്നോട്ട് പോയാലോ നെയ്യൊരുകി ചേരുന്നത് പോലെ ബ്രഹ്മസ്വതയിൽ അങ്ങ് ലയിക്കാം. ആ പരമാനന്ദം പറഞ്ഞറിയിക്കുക തന്നെ പ്രയാസമാണ്. വീണ്ടും ആത്മാവ് നിറഞ്ഞിരിക്കുന്ന ദേഹത്തിൽ നിന്ന് ദേഹി പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്ന പോലെ മൂർധിനി മദ്യം തുളഞ്ഞുകൊണ്ട് ക്രമേണ പുറപ്പെട്ട് പല ലോകങ്ങളും കണ്ട് സത്യലോകത്തിൽ എത്തിച്ചേരുന്നു. അവിടെയോ സത്തുക്കളായവർക്ക് മുഖ്യനായി അനുദിനം വർത്തിച്ച് വിദ്യാബ്ധി മധ്യേ കിടന്ന് കാലം കഴിഞ്ഞതിനു ശേഷം അദ്വൈതപാരം ഗമിക്കാൻ മനസ്സിലാഗ്രഹിക്കുന്നവർക്ക് ആത്മജ്ഞാന തത്വോപദേശം ചെയ്ത് നിത്യസമ്പൂജ്യമാനനും പരമാനന്ദ സംസിക്തനുമായിട്ട് കൽപ്പാന്ത കാലത്ത് ബ്രഹ്മാവിനോടൊരുമിച്ച് സദ്ഗതി ലഭിക്കുന്നുവെന്നറിയണം. ഇതിന് ഏറ്റവും പ്രയാസമുണ്ടെന്നിരിക്കെ എളുപ്പമുള്ള മറ്റൊരു മാർഗമുണ്ട്. പരമാനന്ദരസനായ ഭക്തി യോഗമാർഗം. ആചാരപ്രസാദം ഉണ്ടായെങ്കിലോ ആത്മാക്കൾക്കും സർവകാലത്തും ഇത് സാധിക്കാവുന്നതാണ്. മനസ്സിലാക്കുന്നതിനും ശീലിക്കുന്നതിനോ പ്രയാസമില്ലാത്ത ഈ ഉപദേശം സ്വീകരിച്ച് വിഷയവിരക്തി വന്നവനും സ്വഗൃഹത്തിൽ സർവദാ കുടികൊള്ളുന്നവനും ആനന്ദമൂർത്തിയും സത്യസ്വരൂപനുമായ ആത്മാവിനെ ഭജിക്കുന്നവൻപോൾ മുക്തിയും കൈവരും. ഇങ്ങനെ ശ്രീശുകൻ പരിഷത്തിന് അരുളി ചെയ്തുകൊണ്ട് സൂതൻ ശൗനകാദികളോട് പറയുകയാണ്.
ഇത് കേട്ടപ്പോൾ അത്യധികം കൗതുകത്തോടു കൂടി ശൗനക മുനി ഉഗ്രശ്രവസ് എന്ന സൂതനോട് ചോദിച്ചു, ഭാഗവതനായ സൂത, ആത്മജ്ഞാനിയായ ശ്രീശുകൻ പരീക്ഷത്തിന് നൽകിയ ഉപദേശം സവിസ്താരം ഞങ്ങളെ കൂടെ അറിയിക്കുക. സത്യസ്വരൂപന്റെ കഥകളെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ മനുഷ്യന് ജന്മസാഫല്യമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഭഗവത് ചരിത്രം, നാമം, ശ്രുതി, പൂജ ഇവ അനുവർത്തിക്കുന്ന ഭക്തന്മാർക്കോ നിത്യവും ഭഗവത് പ്രസാദം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭഗവത് കഥ കേൾക്കുകയോ ദിനംതോറും മനസ്സിൽ വിചാരിക്കുകയോ ചെയ്യുന്നവനോ നിഖില ദുഃഖങ്ങളും അങ്ങ് ശമിക്കും. മനുഷ്യൻ തന്നെ തന്നെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവത് സേവ അങ്ങ് ചെയ്യണം. ഭഗവത് വിഷയാനുയാതമല്ലാതെ ഏതംഗങ്ങളാണ് വൃഥാകാരേണ വർദ്ധിക്കുന്നത്? അവൻ അതിനിന്ദ്യനും മരപ്പാവകൾക്കും തുല്യവനാണ്. ആസ്തികന്മാരിൽ ഭഗവാന്റെ കൃപ കൽപ്പവൃക്ഷം പോലെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഭഗവത് മഹാത്മ്യങ്ങൾ അല്ലയോ മഹാമതേ തെളിഞ്ഞങ്ങ് ചൊല്ലുക. ശ്രീശുകൻ അരുളിയ ഭഗവദ്ധ്യാനാമൃതമായ ഭാഗവത പുരാണം ആശയം തെളിവോളം അങ്ങ് പാനം ചെയ്തുകൊണ്ടേയിരിക്കണം. ശുദ്ധ മനസ്സോടുകൂടി വേണം പാനം ചെയ്യേണ്ടത്. പരീക്ഷത്തിനു രാജാവ് സർവേന്ദ്രിയ സേവ്യനും അഖില ലോക കാരണനുമായ ഭഗവത് ചരിത്രങ്ങൾ കേട്ട് അങ്ങ് ആദി തീർത്തു. ഇന്നും പുരുഷാർത്ഥ സാധനമായിരിക്കുന്ന ഭാഗവത കഥാമൃതം അല്ലയോ മഹർഷേ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സൂതൻ വേദാർത്ഥ പൊരുളായ ശ്രീഹരിയെ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മാവും നാരദനും തമ്മിലുള്ള സംഭാഷണം കൊണ്ട് ഭാഗവത കഥ അങ്ങ് ഉപദേശിച്ചു കൊടുത്തു. വേദാന്താർത്ഥമായ ഭാഗവത പുരാണമോ ആദ്യം ശ്രീഹരി ബ്രഹ്മാവിനും, ബ്രഹ്മാവ് നാരദനും, നാരദൻ വ്യാസനും, വ്യാസൻ പുത്രനായ എനിക്കും ഉപദേശിച്ചു തന്നു. അത് ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം. ആദിയിൽ ആദ്യനായ ഭഗവാന്റെ കടാക്ഷത്താൽ പ്രകൃതി മഹാമായ ശോഭിക്കുകയും അവളിൽ നിന്ന് മഹത്തത്വം ഉണ്ടാവുകയും ചെയ്തു. ആ മഹത്തത്വമായ ബ്രഹ്മാണ്ടത്തിൽ നിന്നുമാണ് വിഷ്ണു ഭഗവാൻ സ്ഥൂല രൂപം പൂണ്ട് തൻ്റെ അവയവങ്ങളാകുന്ന 7 ലോകങ്ങൾ കൊണ്ട് ലോകപാലകാദികളെ എല്ലാം പരിപാലിച്ചു പോന്നു. മായാമയനായ ഭഗവാന്റെ അവർണ്യമായ പ്രപഞ്ച സൃഷ്ടികളുടെ മഹത്വം പരിച്ഛേദിക്കുവാൻ മഹാദ്വേദികളായിട്ടുള്ളവർക്ക് പോലും സാധിക്കുകയില്ല. വരാഹാദി അവതാരം ചെയ്ത ഭഗവാന്റെ ചരിത്രങ്ങളെ മഹത്തുക്കൾ അങ്ങ് കീർത്തിക്കുന്നു. ഇങ്ങനെ ഭഗവത് കാരുണ്യത്താൽ മനസ്സു തെളിഞ്ഞുകൊണ്ട് ശുദ്ധരായി തീർന്ന മഹദ്വേദികളായ ആത്മജ്ഞാനികളോ പരബ്രഹ്മ സംഗ്രഹണത്തെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു മുക്തിമാർഗത്തെ അങ്ങ് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്രകാരമാണ് ആ വരുവിരാട് പുരുഷനിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടായതെങ്ങനെയെന്ന് നാരദന് സന്തോഷം വരുമാറ് സൃഷ്ടാവ് അരുളി ചെയ്തത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ വീണ്ടും പാരായണം ചെയ്യാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.